ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം സ്വീകരിച്ചു. മക്കയിൽ നിന്ന് അദ്ദേഹം ഹബശയിലേക്ക് ഹിജറ പോകേണ്ടി വന്നു. അങ്ങനെ ഹബശയിലേക്ക് ഹിജറ പോയി. ഹബശയിൽ നിന്ന് മുഹാജിറുകൾ മടങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു തആല അൻഹു ഹബശയിൽ നിന്നും മടങ്ങി വന്നപ്പോഴാണ് മക്കയിലേക്ക് അടുക്കാൻ പറ്റൂല, മക്കയിൽ ഇറങ്ങി താമസിക്കാനുള്ള അവസരമല്ല ഹിജറ പോയവർക്ക്. അതുകൊണ്ട് തന്നെ മടങ്ങി വന്ന വിശ്വാസികൾ പലരും മക്കയുടെ ഓരങ്ങളിൽ തങ്ങളുടെ വീടുകളും കുടുംബങ്ങളൊക്കെ മുന്നിൽ കാണുന്നുണ്ട്. പക്ഷേ അവർക്ക് ഇറങ്ങാൻ വയ്യ, ഖുറൈശികൾ സമ്മതിക്കുന്നില്ല. ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹുവിൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു. അപ്പോഴാണ് അൽ വലീദ് ബിൻ മുഗീറ അൽ മഖ്സൂമി ഉസ്മാൻ ബിൻ മദ്ഊനെ ഏറ്റെടുക്കുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു? ഉസ്മാൻ ബിൻ മദ്ഊന് അഭയം നൽകിയിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു, കഅബയുടെ അടുക്കൽ കൊണ്ടുപോയിട്ട് ഉസ്മാൻ ബിൻ മദ്ഊൻ എൻ്റെ അഭയത്തിലാണ്, എൻ്റെ ജീവാറിലാണ് ഇനി മക്കയിൽ. അങ്ങനെ ഉസ്മാൻ ബിൻ മദ്ഊൻ അൽ വലീദ് ബിൻ മുഗീറ അൽ മഖ്സൂമിയുടെ അഭയത്തിൽ, വലീദ് ബിൻ മുഗീറ അൽ മഖ്സൂമി കൊടിയ മുശ്രിക്, ഇസ്ലാമിൻ്റെ ശത്രു. പക്ഷേ എന്നാലും അദ്ദേഹത്തിൻ്റെ അഭയത്തിൽ ഉസ്മാൻ ബിൻ മദ്ഊൻ കഴിയുമ്പോഴാണ് മറ്റു മുസ്ലിമീങ്ങളൊക്കെ ഇസ്ലാമിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുകയാണ്, വലിയ പീഡനം അനുഭവിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഉസ്മാൻ ബിൻ മദ്ഊൻ അൽ വലീദ് ബിൻ മുഗീറയോട് ചെന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശ്വാസികളും പീഡിപ്പിക്കപ്പെടുകയാണ്, ഞാൻ നിങ്ങളുടെ അഭയത്തിൽ സുരക്ഷിതനായിട്ട് കഴിയണം. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ പീഡിതരാണ് എങ്കിൽ പീഡനമില്ലാത്ത അവരിൽ നിന്നും തരുന്നൊരവസ്ഥ എനിക്ക് വേണ്ട. അതുകൊണ്ട് നിങ്ങളുടെ ജീവാർ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരികയാണ്. കഅബയുടെ പരിസരത്തേക്ക് വരാൻ പറഞ്ഞു. എന്നിട്ട് ഖുറൈശികൾ കേൾക്കെ എന്ത് ചെയ്തു? ഇത് പിൻവലിക്കാൻ പറഞ്ഞു. അങ്ങനെ വലീദ് ബിൻ മുഗീറ വന്നിട്ട് എന്ത് ചെയ്യണം? ഈ ഉസ്മാൻ ബിൻ മദ്ഊൻ അദ്ദേഹം പ്രഖ്യാപിച്ച ജീവാർ അഭയം അദ്ദേഹം പിൻവലിച്ചതായി പ്രഖ്യാപിക്കാം. അങ്ങനെ ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു പിന്നീട് ഇങ്ങനെ പോകുമ്പോൾ അവിടെയാണ് ഈ കവിത ചെല്ലുന്ന വേദിയുള്ളത്. അപ്പോൾ ലബീദ് കവിത ചെല്ലാണ്, അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാത്തിലു, അള്ളാഹു ഒഴികെയുള്ളതെല്ലാം ബാത്തിലാണ്, നിരർത്ഥകമാണ്, അസത്യം. മുശ്രിക്കുകളാണ് ഇത് ചെല്ലുന്നത്, അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാത്തിലു വകുല്ലു നഈമിൻ ലാ മഹലത സായിലു, എല്ലാ അനുഗ്രഹവും യാതൊരു സംശയമല്ല നീങ്ങിപ്പോകും എന്നാണ് അതിൻ്റെ രണ്ടാം പകുതി. ഇതാണ് ആര് കേൾക്കുന്നത്? വരുന്ന ഉസ്മാൻ ബിൻ മദ്ഊൻ കേൾക്കുന്നത് റളിയല്ലാഹു തആല അൻഹു. അപ്പോൾ ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖദബ്ത് ഫഇന്ന നഈമൽ ജന്ന ലാ യസൂൽ, നീ പറഞ്ഞത് കളവാണ്. കവിതയിൽ ഏത് കുല്ലു നഈമിൻ ലാ മഹാലത സായിലു എന്ന് പറഞ്ഞത് കളവാണ്. നഈമുൽ ജന്ന, സ്വർഗ്ഗമാകുന്ന നഈം, അതൊരിക്കലും ലാ യസൂൽ, അത് നീങ്ങിപ്പോകില്ല, അത് ശാശ്വതമായിട്ടുണ്ടാകും എന്ന് ഉസ്മാൻ ബിൻ മദ്ഊൻ പറഞ്ഞതാണ്. അതോട് കൂടിയിട്ട് അദ്ദേഹത്തെ അവർ പെരുമാറി അടിച്ച് പിന്നെ നിലം പരിശാക്കി എന്നുള്ളതൊക്കെ ചരിത്രം.